ഞാൻ സനയോട് പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. വിവാഹം ചെയ്തതിന് തൊട്ട് തലേ ദിവസം എൻ്റെ കൂടെ ജീവിക്കാൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് തോന്നുന്ന മൊമെന്റിൽ വാട്ട് നെക്സ്റ്റ്, സനക്ക് സനന്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യാമെന്ന് ഞാൻ സനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും വൈഫുള്ള ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതും ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കണോ എന്നാണ് CP ഷിഹാബിനോട് പല ആളുകളും കമന്റ് ഇടുന്നത്. സന എന്ന ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഷഹാന തന്റെ ജീവിതത്തിലേക്ക് വരുന്നത് ഫ്ലവേഴ്സ് ടിവിയിൽ ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാം കാണുന്നു, സനയ്ക്ക് അവരെ ഇഷ്ടപ്പെടുന്നു. പിന്നീട് അവർ സോഷ്യൽ മീഡിയ വഴി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവസാനം സനയുടെ വീട്ടുകാർക്ക് ഒന്നും താല്പര്യമില്ലാത്ത ഈ ഒരു ബന്ധത്തിലേക്ക് ഇവര് ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ചു വരികയാണ്. അതിലൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. ആമി എന്നാണ് ആ ഒരു പെൺകുഞ്ഞിന്റെ പേര്. നല്ല മനോഹരമായിട്ടുള്ള ജീവിതം തന്നെയായിരുന്നു. ഒരു പക്ഷേ റിയൽ ഈസ് നോട്ട് റിയൽ എന്ന് പറയുന്നത് പോലെ തന്നെയായി ഇവരുടെ ലൈഫ് എന്നുള്ളതാണ്. ജന്മന ഇങ്ങനെ ഒരു വൈകല്യത്തോടു കൂടി ജനിച്ചതാണ് ഷിഹാബ്. പക്ഷെ പടപൊരുതി ആ ഒരു വൈകല്യങ്ങളെ എല്ലാം തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഓരോന്നായിട്ട് അടുത്തുയർത്തിയ ഒരു ലൈഫ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിനിടയിൽ 18 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് തന്നോട് പ്രേമം തോന്നുന്നു. ആ ഒരു പ്രേമം അങ്ങ് വിവാഹത്തിലേക്ക് എത്തുന്നു. എല്ലാം തരണം ചെയ്യുന്നുണ്ട് അവിടെ. കാരണം വൈകല്യമുള്ള ഇങ്ങനെ ഒരു മനുഷ്യനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സനയെ പോലെ ആരോഗ്യവും സൗന്ദര്യവുമുള്ള ഒരു പെൺകുട്ടിക്ക് ഭാവിയിൽ ഖേദിക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യം ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നുണ്ട്. പക്ഷെ അവര് ആ ഒരു കാര്യങ്ങളൊക്കെ തള്ളി എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ 2-3 ദിവസങ്ങളായിട്ട് അല്ല, ഒരു മാസത്തോളമായിട്ട് ആളുകൾ തിരയുന്നത് ഇവരെ ഇപ്പൊ കാണാനില്ലല്ലോ എന്നുള്ളതാണ്. ഇപ്പൊ CP ഷിഹാബിന്റെ ചാനൽ വഴി ഇവരുടെ വീഡിയോസ് കാണാറുണ്ട്, റീൽസ് കാണാറുണ്ട്, ഒന്നും കാണാനില്ല. അപ്പൊ സ്വാഭാവികമായും ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ഡൗട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളതാണ്. ആ ഒരു സമയത്താണ് CP ഷിഹാബ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ആയിട്ട് വരുന്നത്. നമുക്കതൊന്ന് കാണാം. എല്ലാവരും പലപ്പോഴും കമന്റ് ചെയ്യുന്നത് നിങ്ങൾ ഡിവോഴ്സ്ഡ് ആണോ? അതെ ഇപ്പൊ വേറൊരു ഫോട്ടോഷൂട്ട്, അതേപോലെ തന്നെ നമ്മൾ ഒരുമിച്ചൊരു ഫോട്ടോ ചെയ്ത സമയത്ത് അതിൽ കമന്റ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് വൈഫ് എവിടെ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്നാമത് ഇപ്പൊ നിങ്ങൾ ഗ്യാപ്പ് ഇങ്ങനെ ഒരു വീഡിയോസ് ഒന്നും കാര്യം കാണാത്തതും കൊണ്ട് പെട്ടെന്ന് ഫ്രെയിമിലേക്ക് ഞാൻ വരുമ്പോ ആരാന്നുള്ളൊരു അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ആണ്. അത് മാത്രമല്ല, ഞാനൊരു ആക്ട്രസിന്റെ കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫോട്ടോസ് ഇടുന്ന സമയത്തൊക്കെ അത് ചോദിക്കാറുണ്ട്, വൈഫോട് പോയി പുതിയ ആളാണോ, വേറെ കല്യാണം കഴിച്ചെന്നൊക്കെ മേ ബി ആക്ട്രസിനെ അറിയാത്ത ആളുകളായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. ആളുകൾക്കൊക്കെ താല്പര്യമുള്ള ഒരു കപ്പിൾസ് ആണല്ലോ. അതെന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. സിമ്പതി തന്നെയാണ്. സിമ്പതി എന്നുള്ള ഒരു സാധനം എനിക്ക് വേണ്ട എന്ന് ഈ ഒരു മനുഷ്യൻ ഓൾറെഡി പറഞ്ഞതാണ്. കാരണം പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള എനിക്ക് നേടാൻ കഴിയുന്നതിന്റെ അപ്പുറം അദ്ദേഹത്തിന് നേടാൻ കഴിയുന്നുണ്ട്. അപ്പോ അദ്ദേഹവും ഞാനും തമ്മിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രശ്നവുമില്ല, ബുദ്ധിപരമായിട്ടുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന്റെ അത്ര ഐക്യു ഒരു പക്ഷെ എനിക്ക് ഉണ്ടാവില്ല, അദ്ദേഹത്തിന് അത്ര സംസാരിക്കാനുള്ള കഴിവ് എനിക്ക് ഉണ്ടാവില്ല. അദ്ദേഹം മോട്ടിവേഷൻ സ്പീക്കറാണ്. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിന് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അപ്പൊ സിമ്പതി കാരണമാണ് ആളുകൾക്ക് താല്പര്യം. ഇതേ സിമ്പതി തന്നെയല്ലേ സനക്ക് ഇദ്ദേഹത്തിനോട് പ്രണയമായി തോന്നിയത് എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇത് ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള ഒരു കൂട്ടം ആളുകളുടെ കമന്റ് ഉണ്ട്. അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇദ്ദേഹം നൽകുന്നുണ്ട്. അല്ല, അത് അവിടെ ചോദിക്കുന്ന അവകാശം അവർക്കുണ്ടല്ലോ. കാണുന്നത് നമ്മൾ അവർക്ക് ഈ ഒരു കമന്റ് ബോക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ചോദിക്കാനാണ്. പക്ഷെ അവിടെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നത് നമ്മൾ തീരുമാനിക്കുന്നു ആമ്പ്ലാണ്. അതായത് ഷിഹാബ് ഡിവോഴ്സ്ഡ് ആണ് എന്ന് അത് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഷിഹാബ് വേറെ ആളെ കല്യാണം കഴിച്ചു. ഇപ്പൊ നാളെ നമ്മൾ ഒരുമിച്ചൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വേറെ കല്യാണം കഴിച്ചതാണോ എന്നാണ് ചോദിക്കുന്ന രീതിയിലേക്കുള്ള അവരുടെ ഡിസിഷൻ മേക്കേഴ്സ് ആകുമ്പോഴാണ് നമുക്ക് ലൈഫ് ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്ക് കറക്റ്റാണ്. സനയാണ് എല്ലാത്തിനും കാരണം. അവള് പണം കണ്ട് കൂടെ കൂടിയതാണ്, പ്രശസ്തിക്ക് വേണ്ടി കൂടെ കൂടിയതാണ്, ആവശ്യം കഴിഞ്ഞപ്പോ തള്ളി. അതേപോലെ തന്നെ ഒരു കുഞ്ഞായല്ലോ, ഇനി ബാർഗെയിനിങ്ങും കാര്യങ്ങളും എളുപ്പമല്ലേ എന്നൊക്കെയാണ് കമന്റുകൾ ഞാൻ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ മോശമായി പോകും. ഇദ്ദേഹത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാകും ആ ഒരു കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ കുടുംബം നല്ല മാന്യമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവുക. എല്ലാ മനുഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒരു പക്ഷേ ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കേട്ടുവരുന്നൊരു കാര്യമുണ്ട്, ഭാര്യ ഭർത്താവ് തമ്മിൽ വഴക്ക്, ആകെ അടിപിടി, പിന്നെ നിയമ പോരാട്ടങ്ങളും. സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോസും അതും ഇതൊക്കെ വരും. ഇവിടെ അതൊന്നും വന്നിട്ടില്ല. ഇവിടെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് ഷിഹാബ് ആ ഒരു കാര്യം വർണ്ണിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനും വൈഫുള്ള ആദ്യത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം നഷ്ടപ്പെട്ടാൽ ആ
ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മോള് ഏറ്റവും ഹാപ്പി ആയിട്ട് എൻ്റെ കൂടെയുണ്ട്. വൈഫും മോളെ വിളിക്കുന്നു, സംസാരിക്കുന്നു. അവൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവളും എൻഗേജ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുറെ കാലമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള ഫ്രെയിമുകളൊന്നും നിങ്ങൾ കാണാത്തത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ ലീഗലി ഡിവോഴ്സിലൊന്നുമല്ല. അവിടെ ഉണ്ട്, മോളെന്റെ കൂടെയുണ്ട്. ലീഗലി ഡിവേഴ്സഡ് അല്ല, എന്നാൽ ബന്ധം വേറിട്ടു എന്നുള്ള രീതിയിൽ ആളുകൾ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല. പിന്നെ ഒരാളെ നമ്മൾ എങ്ങനെയാണ് കുറ്റപ്പെടുത്തുക? ഇവിടെ ഷിഹാബിന്റെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് സന്ദീപ് അങ്ങനെ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ തരാം. സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ ആളുകൾ റിയാക്ട് ചെയ്യും. ആ റിയാക്ഷൻ വീഡിയോസിൽ പലപ്പോഴും പൂർണ്ണമായിട്ട് ഒരാളെ കുറ്റപ്പെടുത്താൻ പാടുമോ? ഇല്ല. ഇവിടെ നമുക്ക് രണ്ടുപേരുടെയും കാര്യങ്ങൾ അറിയില്ല. ഇവിടെ ഷിഹാബ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് നമ്മൾ വേറിട്ട് പോകുന്നതിൽ എന്ത് തെറ്റുണ്ട്? അവർക്കും ഇല്ലേ ഇനിയൊരു ലൈഫ് എന്നുള്ളതാണ്. വളരെ മോശപ്പെട്ട രീതിയിലുള്ള റിയാക്ഷൻസ് കമന്റിൽ കിടക്കുന്നുണ്ട്. അത്ര മോശമൊന്നും നമ്മൾ പറയുന്നില്ല എന്നുള്ളതാണ്. 4 വർഷം മുമ്പ് ഇദ്ദേഹം തന്നെ പറഞ്ഞിരുന്ന ഒരു വീഡിയോ ഉണ്ട്, അതായത് ഈ ഡൈവേഴ്സിനെ കുറിച്ചിട്ട്. അതൊന്ന് കാണാം. നമ്മൾ ഈ അടുത്തൊക്കെ ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അതായത് നിങ്ങളെപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് നിങ്ങളുടെ വിവാഹത്തിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളെ എത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, 2 കുടുംബങ്ങളിൽ 2 ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന 2 പേരാണ് ഒരുമിച്ച് ജീവിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്, ഇഷ്ടക്കേടുകൾ സ്വാഭാവികമാണ്. അതിനെ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഡൈവേഴ്സ് ചെയ്യണം. ഇത് നെഗറ്റീവായിട്ട് വരുന്നത് എനിക്കറിയില്ല, പക്ഷേ അതാണ് സത്യം കേട്ടോ. ഞാൻ സനയോട് പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. വിവാഹം ചെയ്യുന്നതിന് തൊട്ട് തലേ ദിവസം എൻ്റെ കൂടെ ജീവിക്കാൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് തോന്നുന്ന മൊമെന്റിൽ വാട്ട് നെക്സ്റ്റ്, സനക്ക് സനന്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യാമെന്ന് ഞാൻ സനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന കാര്യമാണ്. അപ്പോൾ അന്ന് ശ്രീകണ്ഠൻ നായർ സാറെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അത് തെറ്റായ സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്ന കാര്യമല്ലെന്ന്. പക്ഷെ ഞാൻ നിങ്ങളോടും പറയുകയാണ്, നമ്മുടെ ലൈഫ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെ ലൈഫ് വേറെ ആൾക്ക് വേണ്ടി നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ സനക്ക് എൻ്റെ കൂടെയുള്ള ലൈഫ് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന മൊമെന്റ് സനക്ക് സന്തോഷം വരുന്ന തീരുമാനം എടുക്കണം. അതിനാകുമ്പോൾ നമുക്ക് ഈ ആത്മഹത്യകളുടെ എണ്ണം ഒരുപാട് കുറക്കാൻ പറ്റും. ജീവിതത്തിൽ സ്ട്രെസ് ആവുന്ന ആളുകളുടെ, ചെറിയ പ്രശ്നങ്ങളിലൂടെ ജീവിതം നഷ്ടപ്പെടുത്തു പോകുന്ന ആളുകളുടെ എണ്ണമൊക്കെ കുറക്കാം. ആർക്കാണ് ആ മോട്ടിവേഷൻ വേണ്ടത്? ആ മോട്ടിവേഷൻ ആണ് അദ്ദേഹം 4 വർഷം മുമ്പ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവിടെ 2 പേര് ഒരുമിച്ച് ജീവിക്കുമ്പോൾ ആ 2 പേർക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ പരമാവധി നമ്മൾ ഒഴിവാക്കും, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം വരുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ആത്മഹത്യ എന്നുള്ള സാധനം മാറി കൊലപാതകം എന്ന രീതിയിൽ പോലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അല്ലെ. ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഡൈവേഴ്സ് ആയിട്ടില്ല, മാറി താമസിക്കുന്നു, അത്രയേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസങ്ങളോളം കഴിയുമ്പോൾ അവർക്ക് ആ ഒരു വിഷമത്തിൽ നിന്നും, അല്ലെങ്കിൽ അവർക്ക് ഇനി ഒരു കുഴപ്പമില്ല മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അവർ തിരിച്ചു വരും. അതിന് ഡൈവേഴ്സ് ആയി എന്നും വളരെ മോശപ്പെട്ട രീതിയിൽ അവള് മേക്കപ്പ് ഒക്കെ ഇട്ട് നടക്കുന്ന കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഫേമസ് ആവാനാണ് എന്ന രീതിയിലുള്ള കമന്റുകൾ, അത് ആസ്ഥാനത്തല്ലേ എന്നുള്ളത് അത് സ്വയം ആത്മവിമർശനം നടത്തേണ്ടതാണ് കേട്ടോ. സ്വന്തം വീട്ടിൽ ചിലപ്പോൾ അതിലും വലിയ പ്രശ്നങ്ങൾ ഭാര്യയോട് ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളാണ് ഇങ്ങനെയുള്ള കമന്റ് ചെയ്യുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ആണ് ലൈഫ് എന്ന് പറയുന്ന കാര്യത്തിൽ ഞാനും കുറച്ചൊക്കെ യോജിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ തമ്മിൽ തല്ലുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അത് വഴിവിട്ട രീതിയിലുള്ള അലമ്പ് സംഭവം ആവുമ്പോൾ മാത്രം മതി നമ്മൾ ഈ ഒരു വേർപിരിയല്. അത്രേ ഇദ്ദേഹം പറഞ്ഞ കാര്യം അത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിനുശേഷം വീണ്ടും അവര് ഇതേ സാധനം തന്നെ വീണ്ടും 2 വർഷത്തിന് ശേഷം പറഞ്ഞതാണ്. പിന്നെ സനിയോട് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണോ ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോ നമ്മുടെ ഇഷ്ടം കൊണ്ടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു. ഇനി ഏതെങ്കിലും ഒരു കാലം, ഏതെങ്കിലും ഒരു നിമിഷം നമുക്ക് തോന്നാണ് അത്ര സന്തോഷമുള്ള ജീവിതം കിട്ടുന്നില്ലാന്ന്, അങ്ങനെ തോന്നുന്ന ആ നിമിഷം എന്നോട് ഓപ്പണായിട്ട് പറയണം. അപ്പോൾ ആ ഒരു സന്തോഷം ഇല്ലാതാക്കുന്ന കാര്യം എന്താണോ അത് ഒഴിവാക്കണം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ ഫാമിലി ലൈഫ് എന്നൊക്കെ പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് ആണ്, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, പിന്നെ കുറെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ക്ഷമിക്കണം എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ എനിക്കെന്ത് അന്ന് പറയാൻ തോന്നിയത്, എന്തെങ്കിലും നിമിഷം അത്ര കംഫർട്ടബിൾ അല്ലാന്ന് തോന്നുമ്പോൾ ഓപ്പണായിട്ട് പറയണം. എന്നിട്ട് ഏറ്റവും നല്ല കംഫർട്ടബിൾ ആവുന്ന തീരുമാനം എന്താണ് എടുക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 3 വർഷമായി. ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയാലോ, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകാത്തത് കൊണ്ടായിരിക്കാം ഏകദേശം 3 വർഷമായിട്ട് നമ്മളൊപ്പം ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന് ഓൾറെഡി അങ്ങനെ ഒരു കൺസേൺ ഉണ്ട്, അങ്ങനെ ഒരു മുൻവിധി ഉണ്ട്. എന്തെങ്കിലും ഒരു പ്രോബ്ലം അവൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ആളുടെ മനസ്സിൽ അത് കിടക്കുന്നുണ്ടാവും. കാരണം ശാരീരിക ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ടും ആളുകൾ പലത് രീതിയിൽ ചിന്തിക്കല്ലോ എന്ന് അദ്ദേഹത്തിന് ഓൾറെഡി അറിയാമെന്ന് എനിക്ക് ഈ വാക്കുകളിൽ നിന്ന് തന്നെ തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. ഇതന്നെയാണ് മോട്ടിവേഷൻ. 2 പേർക്കും ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ തമ്മിൽ തല്ലി കൊല്ലാതിരിക്കുക, സ്വയം ജീവൻ ഒടുക്കാതിരിക്കുക, മാറി അങ്ങ് നിൽക്കുക. ഇവിടെ മാറി നിൽക്കുന്നേ ഉള്ളൂ. ഇവിടെ ലീഗലായിട്ട് ഡൈവേഴ്സ് ആയിട്ടില്ല. അതിനർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാനുള്ള ഒരു അവസരം ഉണ്ട് എന്നുള്ളതാണ്. ഇനിയും താല്പര്യമില്ല, ഇനിയും വരാൻ കഴിയില്ല എന്നൊരവസ്ഥ വരുമ്പോൾ
എന്ത് ചെയ്യണം? ഇതിൽ നിയമപരമായിട്ട് തന്നെ അങ്ങോട്ട് വേറിടുക, ജീവിതം ആസ്വദിക്കുക എന്നുള്ളതാണ്. ഇവരുടെ ഈ ഒരു തീരുമാനം ഉണ്ടല്ലോ, അതായത് മാറി നിൽക്കുക എന്നുള്ള ഒരു കാര്യം, അതൊരു നല്ല കാര്യമാണ്. പിരിയാനായിട്ടില്ല, ചിലപ്പോൾ നമുക്ക് വീണ്ടും ഒന്നിക്കാൻ കഴിഞ്ഞാലോ എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഓരോ രീതിയിലുള്ള ശാരീരിക വൈകല്യങ്ങൾ അല്ലെങ്കിൽ മാനസിക വൈകല്യങ്ങൾ. അതൊക്കെ ഒന്ന് സ്വയം ആത്മവിമർശനമായിട്ട് ഏറ്റെടുത്തിട്ട് വേണം കേട്ടോ മറ്റുള്ള ആളുകളെ ഈ രീതിയിൽ കളിയാക്കാനുള്ളത് എന്നുള്ളതാണ്. കമന്റ് ഇട്ട ആളുകളോട് മാത്രമാണ് അത്ര മോശം കമന്റുകളുണ്ട്. ഇത് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീക്ക് ഇത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമം ആലോചിച്ച് നോക്കിയേ. അവരെന്താണ് വിഷയം എന്ന് പോലും അറിയാതല്ലേ നിങ്ങളൊക്കെ കമന്റ് ഇടുന്നത്. അവർ തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ നാളെ മാറി മറന്ന് അവർ ഒന്നിച്ച് അങ്ങ് ജീവിക്കും. അത്ര തന്നെ. താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ കൂടിക്കോളൂ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതിരക സന്ദീപ് പോൾ സൈനിങ് ഓഫ്.